ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യുഗ്മ കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. വിവിധ നൂതനാശയ പദ്ധതികൾക്ക് സമ്മേളനത്തിൽ തുടക്കമാകും. രാജ്യത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പ്രതിദിനം 1 ബില്യൺ UPI ഇടപാടുകൾ എന്ന നേട്ടം കൈവരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ പ്രാദേശിക സമിതികൾ ശക്തിപ്പെടുത്തി വനംവകുപ്പ്. ജില്ലാതല നിയന്ത്രണ സമിതികൾ എല്ലാ മാസവും ചേരും. ആഗോള കത്തോലിക്ക സഭയുടെ 267ാം മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് അടുത്ത മാസം 7-ന് ആരംഭിക്കും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 8 വിക്കറ്റ് ജയം. IPL-ൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യുഗ്മ കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സർക്കാർ, അക്കാദമിക് മേഖല, വ്യവസായം, നൂതനാശയ ആവാസ വ്യവസ്ഥ എന്നിവയിൽ നിന്നുള്ള പ്രമുഖരെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള തന്ത്രപരമായ ആദ്യ സമ്മേളനമാണ് യുഗ്മ. വാദ്വാനി ഫൗണ്ടേഷന്റെയും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സംയുക്ത നിക്ഷേപത്തോടെ ഏകദേശം 1400 കോടി രൂപയുടെ സഹകരണ പദ്ധതിയിലൂടെ ഇന്ത്യയുടെ നവീകരണ യാത്രയ്ക്ക് ഇത് മുതൽക്കൂട്ടാകും. നൂതനാശയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികൾക്ക് സമ്മേളനത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ നൂതനാശയ ആവാസ വ്യവസ്ഥയിൽ വൻതോതിൽ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സമ്മേളനത്തിലെ ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പ്രദർശനത്തിൽ രാജ്യത്തുടനീളമുള്ള അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കും. വട്ടമേശ സമ്മേളനങ്ങളും പാനൽ ചർച്ചകളും കോൺക്ലേവിൽ നടക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ പ്രതിദിനം 1 ബില്യൺ UPI ഇടപാടുകൾ എന്ന നേട്ടം കൈവരിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തെ UPI വ്യവസ്ഥയുടെ ഭാവി സാധ്യതകൾ, മറ്റു വശങ്ങൾ എന്നിവ അവലോകനം ചെയ്യാനായി കേന്ദ്ര ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നിരുന്നു. കേന്ദ്ര ധനമന്ത്രാലയം, RBI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. UPI ഇടപാടുകളിലേക്ക് കൂടുതൽ കച്ചവടക്കാർ, ഉപഭോക്താക്കൾ എന്നിവരെ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ അഭിപ്രായപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യ വികസനത്തിലെ അന്തരം പരിഹരിക്കാനും സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കാനും നടപടി കൈക്കൊള്ളണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നലെ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ആകെ 71 പേരാണ് 2025-ലെ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങിൽ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി നൽകിയ പത്മവിഭൂഷൺ അദ്ദേഹത്തിന്റെ മകൾ ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, PR ശ്രീജേഷ്, K ഓമനക്കുട്ടിയമ്മ എന്നിവരും പത്മ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പത്മ പുരസ്കാരത്തിനായി തന്നെ തെരഞ്ഞെടുത്ത കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിക്കുന്നതായി പത്മശ്രീ ജേതാവ് K ഓമനക്കുട്ടിയമ്മ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. We belong to a music family for generations. I am grateful to All India Radio because last 65 years I am singing there. I am a classical music artist there, a top artist, and I am so thrilled to get this great Padma Puraskaram. ഫ്രാൻസിൽ നിന്ന് 26 റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യ ഒപ്പുവച്ചു. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഫ്രഞ്ച് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് കരാർ ഒപ്പിട്ടത്. 26 റഫാൽ മറൈൻ വിമാനങ്ങളിൽ 22 എണ്ണം സിംഗിൾ സീറ്ററും 4 എണ്ണം ഡബിൾ സീറ്ററുമായിരിക്കും. ഇവ ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യകതയനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കും. INS വിക്രമാദിത്യ, INS വിക്രാന്ത് തുടങ്ങിയ വിമാനവാഹിനി കപ്പലുകളിൽ ഈ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കും. പഞ്ചാബിൽ ആന്റി ഡ്രോൺ സിസ്റ്റത്തിന്റെ പരീക്ഷണം പൂർത്തിയായി. ഇന്ത്യ പാക് അതിർത്തിയിൽ ഉടൻ തന്നെ ഇവ സ്ഥാപിക്കും. ഇതോടെ ഡ്രോണുകൾ വഴിയുള്ള മയക്കുമരുന്ന്, ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് നിരീക്ഷിക്കുന്നത് എളുപ്പമാകും. അതിർത്തി ഗ്രാമങ്ങളിൽ ചിലയിടങ്ങളിൽ അടുത്തിടെ കൌണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്റെ പരീക്ഷണം നടത്തിയിരുന്നു. തരൺ, അമൃത്സർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഡ്രോൺ വഴിയുള്ള നുഴഞ്ഞുകയറ്റവും മയക്കുമരുന്ന് കടത്തും നടക്കുന്നത്. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏത് പറക്കുന്ന യന്ത്രത്തെയും ഈ സംവിധാനത്തിന് കണ്ടെത്താൻ കഴിയും. ആഭ്യന്തര മന്ത്രാലയവുമായും അതിർത്തി സുരക്ഷാ സേനയുമായും ഏകോപിപ്പിച്ചാണ് വിന്യാസം നടത്തുക.
പെഹൽഗാം ഭീകരാക്രമണത്തെ ജമ്മു കശ്മീർ നിയമസഭ ഏകകണ്ഠമായി അപലപിച്ചു. നിയമസഭയുടെ ഒരു ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് സഭ അന്തിമോപചാരം അർപ്പിച്ചു. ഉപമുഖ്യമന്ത്രി സുരീന്ദർ ചൌധരിയാണ് ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത്. ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നതായി അദ്ദേഹം പറഞ്ഞു. House unequivocally condemns the heinous, cowardly act that resulted in the loss of innocent lives. Such acts of terror are a direct assault on the ethos of Kashmir. The values enshrined in our constitution and the spirit of unity, peace and harmony that have long characterized Jammu and Kashmir and our nation. This House stands in full solidarity with the victims and their families. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ലണ്ടനിൽ നടന്ന ചർച്ചയിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പങ്കെടുത്തു. ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്ന പ്രവർത്തനങ്ങൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഊർജിതമാക്കുന്നതിന് ജില്ലാതല നിയന്ത്രണ സമിതികൾ എല്ലാ മാസവും ചേരാൻ നടപടികളുമായി വനംവകുപ്പ്. ഇതിനായി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പങ്കാളിത്തം ജില്ലാതല നിയന്ത്രണ സമിതികൾ ഉറപ്പുവരുത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ രംഗത്ത് ക്രിയാത്മക ഇടപെടലുകൾക്ക് സാധ്യമാകുന്ന നിർണായക ഉത്തരവാണിതെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജില്ലാ വികസന സമിതി ചേരുന്നതിനൊപ്പം എല്ലാ മാസവും ജില്ലാതല നിയന്ത്രണ സമിതി യോഗവും ചേരും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഇന്ന് കൊച്ചിയിലെത്തും. കൊച്ചി YMCA ഹാളിൽ നടക്കുന്ന ഡോക്ടർ BR അംബേദ്കർ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹം രാത്രി ഡൽഹിക്ക് മടങ്ങും. മലപ്പുറത്ത് പേവിഷബാധയേറ്റ് ചികിത്സയിലിരുന്ന 5.5 വയസ്സുകാരി മരിച്ചു. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി സിയ ഫാരിസ് ആണ് മരിച്ചത്. പ്രതിരോധ വാക്സിൻ സ്വീകരിച്ച കുട്ടിക്ക് പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ പേവിഷബാധയുടെ ലക്ഷണങ്ങളുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും കോളറ പകരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരത്ത് മരണമടഞ്ഞ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ആദ്യ ഹജ്ജ് തീർത്ഥാടന വിമാനം മെയ് 10 പുറപ്പെടും. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 31 വിമാനങ്ങളിലായി ആകെ 5361 തീർത്ഥാടകരാണ് ഹജ്ജിനായി യാത്ര പുറപ്പെടുക. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് അടുത്ത മാസം 7 ആരംഭിക്കുമെന്ന് വത്തിക്കാൻ പ്രഖ്യാപിച്ചു. ഈ മാസം 21 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ചേർന്ന കർദിനാൾ സഭയാണ് തീരുമാനം കൈക്കൊണ്ടത്. ലോകമെമ്പാടുമുള്ള 225 കർദിനാൾമാരിൽ 80 വയസ്സിന് താഴെയുള്ള 135 പേർക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അർഹതയുള്ളൂ. സിസ്റ്റൈൻ ചാപ്പലിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഇന്ത്യയിൽ നിന്ന് 4 പേർ കോൺക്ലേവിൽ പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 8 വിക്കറ്റ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 210 റൺസ് വിജയലക്ഷ്യം 15.5 ഓവറിൽ രാജസ്ഥാൻ മറികടന്നു. മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച രാജസ്ഥാന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം 14-കാരൻ വൈഭവ് സൂര്യവംശി IPLൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി. 38 പന്തിൽ 101 റൺസാണ് വൈഭവ് സ്വന്തമാക്കിയത്. ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് നടക്കുന്ന യുഗ് കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. വിവിധ നൂതനാശയ പദ്ധതികൾക്ക് സമ്മേളനത്തിൽ തുടക്കമാകും. രാജ്യത്ത് അടുത്ത 3 വർഷത്തിനുള്ളിൽ പ്രതിദിനം 1 ബില്യൺ UPI ഇടപാടുകൾ എന്ന നേട്ടം കൈവരിക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ പ്രാദേശിക സമിതികൾ ശക്തിപ്പെടുത്തി വനംവകുപ്പ്. ജില്ലാതല നിയന്ത്രണ സമിതികൾ എല്ലാ മാസവും ചേരും. ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് അടുത്ത മാസം 7 ആരംഭിക്കും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 8 വിക്കറ്റ് ജയം. IPLൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.